ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا وإذا رأيت ثم رأيت نعيما وملكا كبيرا. അത്രയും നോക്കാം. അപ്പോൾ സ്വർഗത്തിൽ പുണ്യവാന്മാരായ ആളുകൾ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഠന വിഷയം ഇപ്പോൾ അതാണ്. അള്ളാഹു അവർക്ക് നൽകുന്ന മറ്റൊരു അനുഗ്രഹത്തെ സംബന്ധിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ ഓരോ വാക്കുകളുടെ അർത്ഥം പറയാം. ഇവിടെ യതൂഫു അലൈഹിം എന്നാണല്ലേ? അതെ, യതൂഫു അലൈഹിം എന്ന് പറഞ്ഞാൽ ത്വാഫ യതൂഫു എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ്. ചുറ്റി നടക്കും. ത്വാഫ യതൂഫു. ത്വാഫ് എന്നൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കർമ്മത്തിന് പറയുമല്ലോ. കഅബാലയത്തെ ചുറ്റി നടക്കുന്നു, അതിനാണ് ത്വവാഫ് എന്ന് പറയുന്നത്. അതേ വാക്കാണ് ഇവിടെ യതൂഫു, ത്വാഫ യതൂഫു. ചുറ്റി നടക്കും. അലൈഹിം അവർക്കിടയിലൂടെ, അവരുടെ ഇടയിലൂടെ ചുറ്റി നടക്കും. വിൽദാനുൻ കുട്ടികൾ. മുഖല്ലദൂന എന്നാണ് ആ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന വിശേഷണം. എങ്ങനെയുള്ള കുട്ടികളാണ് മുഖല്ലദൂന? നിത്യബാല്യം നൽകപ്പെട്ട, സ്ഥിരമാക്കപ്പെട്ട, അതായത് നിത്യബാല്യം. അവരെപ്പോഴും ബാലന്മാരായിരിക്കും, കുട്ടികളായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ, നിത്യബാല്യം നൽകപ്പെട്ട കുട്ടികൾ അവർക്കിടയിലൂടെ ചുറ്റി നടക്കും. ഇദാ റഅയ്തഹും, നീ അവരെ കണ്ടാൽ. റഅയ്ത, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു. ഇദാ റഅയ്തഹും, നീ അവരെ കണ്ടാൽ. ഹസിബ്തഹും, നീ അവരെ പറ്റി വിചാരിക്കും. ഹസിബ്തഹും, നീ അവരെ പറ്റി വിചാരിക്കും. ലുഅ്ലുഅൻ, മുത്തുകളാണെന്ന്. ലുഅ്ലു എന്ന് പറഞ്ഞാൽ മുത്ത്. മൻസൂറ, മൻസൂറ എന്ന് പറഞ്ഞാൽ ചിതറിയ മുത്തുകളാണെന്ന് നീ അവരെ പറ്റി വിചാരിക്കും. ഞാൻ ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നിച്ചു പറയാം. ഓരോ വാക്കുകളുടെയും അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അവസാനം പറഞ്ഞ മൻസൂറ എന്ന വാക്കിൻ്റെ അർത്ഥം ചിതറിയ. ലുഅ്ലു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുത്തുകൾ. അപ്പം അതിൻ്റെ അർത്ഥം ഒന്നിച്ചു പറയുമ്പോൾ ഇങ്ങനെയാണ്. ബാല്യം നൽകപ്പെട്ട. മുഖല്ലദൂന എന്ന് പറഞ്ഞാൽ നിത്യബാല്യം നൽകപ്പെട്ട. അവരെ സേവിക്കുന്നതിന് നിത്യബാല്യമുള്ള ബാലജനങ്ങൾ ഓടി നടക്കുന്നുണ്ടാകും. അവരെ കണ്ടാൽ തോന്നുക. അതെ, കറക്റ്റ്. അവരെ സേവിക്കുന്നതിന് വേണ്ടി നിത്യബാല്യമുള്ള ബാലജനങ്ങൾ ഓടി നടക്കുന്നുണ്ടാകും. അവരെ കണ്ടാൽ ചിതറിക്കിടക്കുന്ന മുത്തുകളാണെന്ന് നിനക്ക് തോന്നും. സ്വർഗത്തിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ വേറെയും ഭാഗത്ത് പറയുന്നുണ്ട്. സൂറത്തുർ റഹ്മാൻ. ഓക്കെ, സൂറത്തുർ റഹ്മാൻ എത്രാമത്തെ ആയത്താണ്?
അറിയോ? വാക്കിയലല്ലേ? വാക്കിയ സൂറത്തിലല്ലേ? സൂറത്ത് വാക്കിയലുണ്ടല്ലോ. വയതൂഫു അലൈഹിം വിൽദാനും മുഹല്ലദൂൻ. വിൽദാനും മുഖല്ലദൂൻ അങ്ങനെയുണ്ട്. ഇനി വേറെയും സൂറകളിലുണ്ട്. സൂറത്ത് റഹ്മാൻ എത്രാമത്തെ ആയത്താ പറയൂ? അപ്പൊ ഇതെന്താണ്? ആയിക്കോട്ടെ, ഇനിയിപ്പോ നമുക്ക് നോക്കണ്ട. വേറെ പല സൂറകളിലും സമാനമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. സ്വർഗത്തിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. നിത്യബാല്യം നൽകപ്പെട്ട ആ കുട്ടികൾ ആരാണ് എന്നിവിടെ പറയുന്നില്ല. നിങ്ങളൊന്ന് മ്യൂട്ടാക്കുവാണെങ്കിൽ ഉപകാരമായിരുന്നു. ഓക്കെ, അപ്പോൾ നിത്യബാല്യം നൽകപ്പെട്ട ആ കുട്ടികൾ ആരാണ് എന്നിവിടെ പറയുന്നില്ല. ആ കുട്ടികൾ, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഹദീസുകളൊക്കെ ഉണ്ട്. ഒരു പ്രവാചകന്റെ വചനം ഇപ്രകാരമാണ്: അവരെ സേവിക്കാനായിട്ട്, അഥവാ സ്വർഗ അവകാശികളായ സത്യവിശ്വാസികളെ സേവിക്കാനായിട്ട് ഒരു ചിപ്പിക്കുള്ളിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെ നിത്യ ബാലന്മാർ അവർക്കിടയിൽ ചുറ്റി നടക്കുന്നുണ്ടാകും. അത് ഇവിടെ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ്. അപ്പം ഇത് സൂറത്ത് അസ്വാഫാത്ത് 26, പിന്നെ സൂറത്ത് അത്തൂർ 19, സൂറത്ത് അൽ വാക്കിയ 9. ഈ ആയത്തുകൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് പരിശോധിക്കുക. ഏതൊക്കെ ഞാൻ പറഞ്ഞത്? സൂറത്ത് അസ്വാഫാത്ത് 26-ാമത്തെ ആയത്ത്, സൂറത്ത് അത്തൂർ 19-ാമത്തെ ആയത്ത്, സൂറത്ത് അൽ വാക്കിയ 9-ാമത്തെ ആയത്ത്. ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കി വരിക. നമുക്ക് അടുത്ത ആഴ്ചയിൽ, അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ സ്വർഗത്തിൽ, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൊച്ചു കുട്ടികൾ, നമുക്ക് അവരോട് പ്രത്യേകമായൊരു സ്നേഹമുണ്ട്. കുട്ടികളുടെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഒരു മനസ്സമാധാനം അനുഭവിക്കാറുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പേരക്കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ദുഃഖങ്ങളും മറന്ന് അവർക്കൊപ്പം കളിക്കാനും ചിരിക്കാനും നമുക്ക് വലിയ സന്തോഷമായിരിക്കും. നിഷ്കളങ്കരായ കുട്ടികൾ, അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു പ്രത്യേകമായ സന്തോഷം നമുക്ക് ഉണ്ടായിത്തീരും, ഒരാശ്വാസം നമുക്കുണ്ടായിത്തീരും. അങ്ങനെ ഇല്ലാത്ത മനുഷ്യർ ലോകത്തുണ്ടോ എനിക്കറിയില്ല. കുട്ടികളെ കാണുമ്പോൾ അത് ഒന്ന് എടുക്കാനും ഒന്ന് ഓമനിക്കാനും മനസ്സ് കൊതിക്കാത്ത മനുഷ്യർ ലോകത്തുണ്ടോ അതെനിക്കറിയില്ല. അപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ വീടാണ്. ഇന്നേ വരെ നമ്മൾ അനുഭവിക്കാത്ത സമാധാനം ലഭിക്കുന്ന ഒരു ഇടമാണ് സ്വർഗം. അള്ളാഹു തന്നെ അത് പറയുന്നുണ്ട്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത് സമാധാനത്തിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ മനുഷ്യർക്ക് സമാധാനം കിട്ടാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട സമാധാനത്തിൻ്റെ ഒരു ഘടകമാണ് കൊച്ചുകുട്ടികൾ. അവർക്കൊപ്പം ഇരിക്കുക, അവരിങ്ങനെ ചുറ്റി നടക്കുക. അതും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുള്ള കുട്ടികളല്ല, മറിച്ച് ലുഉലു മൻസൂറ, ചിതറിയ മുത്തുകൾ പോലെ എത്ര നിഷ്കളങ്കരായ സുന്ദരന്മാരായ
കണ്ടാൽ ഓമനിക്കാൻ തോന്നുന്ന നല്ല കുട്ടികൾ, അവർക്കു ചുറ്റും ഇരിക്കുക, നമുക്കിടയിലൂടെ അവരിങ്ങനെ നടക്കുക, അവരുടെ കളിയും ചിരിയും തമാശയും അവർ കാണിക്കുന്ന വികൃതികൾ ഇതൊക്കെ ആസ്വദിക്കുക എന്നത് സ്വർഗത്തിലെ എടുത്തു പറയേണ്ട ഒരു സ്വർഗീയമായ അനുഭൂതിയാണെന്ന് അള്ളാഹു പറയുന്നു. അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മളതിനെ ദുർവ്യാഖ്യാനിച്ച് വേറെ എന്തൊക്കെയോ ആക്കേണ്ടതില്ല. നമുക്ക് ആവശ്യമുള്ള സംഗതികൾ ഈ കുട്ടികളാണ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുക. അങ്ങനെയും ഒരു പ്രവാചകൻ്റെ വചനം ഉണ്ട്. നിഷ്കളങ്കരായ കുട്ടികൾ നമ്മെ സേവിക്കാനായിട്ട് അവിടെ ഉണ്ടായിരിക്കും. അവർ മുഹല്ലദൂൻ, നിത്യബാലന്മാരായിരിക്കും. അപ്പോൾ അതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഞാൻ ആദ്യം പറഞ്ഞു, സ്വർഗം എന്നത് സമാധാനത്തിൻ്റെ വീടാണ്. ഈ ലോകത്ത് എന്തൊക്കെ നമുക്ക് ലഭിച്ചാലും ഒരു സാധനം മാത്രം പരിപൂർണമായിട്ട് ലഭിക്കില്ല. അതേതാണ്? സമാധാനമാണ്, സ്വസ്ഥതയാണ്. പക്ഷേ സ്വർഗം എന്നത് അങ്ങനെയല്ല. വഖീലൻ സലാമൻ സലാമ, അല്ലേ? സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു എടുത്തു പറയുന്ന ഒരു ആയത്താണത്. ഖീലൻ സലാമൻ, സമാധാനമാണ് അവിടെ. ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു സമാധാനം. ആ സമാധാനത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ ഉണ്ടാവും. അതിൽപ്പെട്ട ഒന്നാണ് വിൽദാനും മുഖല്ലദൂൻ. ഞാൻ ഈ പറഞ്ഞ ആയത്ത്, ഏതൊക്കെ ആയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏതൊക്കെ ആയത്ത് നോക്കാനാണ് പറഞ്ഞത്? സൂറത്ത് സൂറത്ത് സ്വാഫാത്ത് 26, സൂറത്ത് അത്തൂർ 19, സൂറത്ത് അൽ വാഖിയ 9. നോക്കി വാട്ടോ ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. പത്തൊമ്പതാമത്തെ ആയത്ത്, അല്ലേ? അടുത്ത ആയത്ത് എന്ന് പറയുമ്പോൾ 19-ാമത്തെ ആയത്താണ്. 19-ാമത്തെ അല്ല, 20-ാമത്തെ ആയത്താണ്. وَإِذَا رَأَيْتَ ثَمَّ رَأَيْتَ نَعِيمًا وَمُلْكًا كَبِيرًا. ഓരോ വാക്കുകളുടെ അർത്ഥം പറയാം. വഇദാ റഅയ്ത, നീ അവരെ കണ്ടാൽ, നീ അവരെ നോക്കിയാൽ. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നല്ല അർത്ഥം. വഇദാ റഅയ്ത, നീ അവരെ നോക്കിയാൽ, നീ അവരെ കണ്ടാൽ. എന്താ സംഭവിക്കുക? നീ അവരെ കണ്ടാൽ സമ്മ റഅയ്ത, സമ്മ എന്ന് പറഞ്ഞാൽ അവിടെ. സുമ്മ എന്ന വാക്കുണ്ട്, സമ്മ എന്ന വാക്കുണ്ട്. രണ്ടും രണ്ട് വാക്കാണ്. സമ്മ എന്ന് പറഞ്ഞാൽ അവിടെ എന്നർത്ഥം, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നർത്ഥം. സമ്മ അവിടെ. റഅയ്ത, നീ കാണും. നഈമൻ, സ്വർഗീയമായ ഒരു ആനന്ദം. നഈം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നർത്ഥമുണ്ട്. ഇവിടെ പറയുമ്പോൾ സ്വർഗീയമായ ഒരു ആനന്ദം. വ മുൽക്കൻ, ഒരു സാമ്രാജ്യം. കബീറ, വലിയ. കബീറ എന്ന് പറഞ്ഞാൽ വലിയ, വലിയ ഒരു സാമ്രാജ്യം. മുൽക്ക് എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം, കബീറ എന്ന് പറഞ്ഞാൽ വലിയ, നഈമ എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ ആനന്ദം. ഇനി അതിൻ്റെ അർത്ഥം നമുക്ക് ഒന്നിച്ച് നോക്കാം. ഒന്നിച്ച് അർത്ഥം പറയുമ്പോൾ ഇപ്രകാരമാണ് വരിക. അവിടെ എങ്ങോട്ട് കണ്ണ് നോക്കിയാലും, അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വർഗത്തിൽ, ആ സ്വർഗത്തിൽ എവിടേക്ക് കണ്ണ് ഇങ്ങനെ അയച്ചാലും അല്ലെങ്കിൽ എവിടേക്ക് നോക്കിയാലും ധാരാളം അനുഗ്രഹങ്ങളും ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ സജ്ജീകരണങ്ങളും നിനക്ക് കാണാം. എവിടെ? സ്വർഗത്തിലേക്ക് നോക്കിയാലേ. ആ സ്വർഗത്തിൽ പോയിട്ട് ആ സ്വർഗത്തിലേക്ക് നോക്കിയാൽ വഇദാ റഅയ്ത, നീ അവിടേക്ക് നോക്കിയാൽ സമ്മ റഅയ്ത നഈമൻ വ മുൽക്കൻ കബീറ,
നീ അവിടെ എന്തായിരിക്കും കാണുക? മേൽക്കുമേൽ അനുഗ്രഹങ്ങളാണ്. മേൽക്കുമേൽ, അതാണ് നഈമൻ എന്ന വാക്കിൻ്റെ അർത്ഥം. സ്വർഗത്തിൽ നീ എവിടേക്ക് നോക്കിയാലും മേൽക്കുമേൽ അനുഗ്രഹങ്ങളാണ് നീ കാണുക. ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ സജ്ജീകരണം. ആ സ്വർഗത്തെ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എന്തൊരു സെറ്റപ്പാണത്, എന്തൊരു സജ്ജീകരണമാണത്, ഇന്നേ വരെ കാണാത്ത ഒരു അതാണ് മുൽക്കൻ കബീറ. ഇഹലോകത്ത് ദരിദ്രനും ദുർബലനും ആയിരുന്നാലും തൻ്റെ സൽക്കർമ്മങ്ങളുടെ ഫലമായി സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കും അവൻ. ഈ ലോകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, പട്ടിണിയും പരിവട്ടവും. ഒരു തുണ്ട് ഭൂമി ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പരലോകത്തെത്തിയപ്പോൾ ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് അവൻ മാറുന്നു. ഇതാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ ഏതാ വേണ്ടത്? ഈ ലോകം വേണോ പരലോകം വേണോ? ഈ ആയത്തുകളൊക്കെ നമ്മെ വല്ലാതെ മോഹിപ്പിക്കുന്ന ആയത്തുകളാണ്. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയാകണോ ക്ഷണികമായ നശ്വരമായ ഈ ദുനിയാവിലെ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഒരു ചെറിയ ഭൂപ്രദേശത്തിൻ്റെ ഉടമയാകണോ? ഇതാണ് പടച്ചവൻ്റെ ചോദ്യം. ശരി, അടുത്ത ആയത്ത്. ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദ്റിൻ വഇസ്തബ്റഖ് വഹുല്ലു അസാവിറ മിൻ ഫില്ലത്തിൻ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. നോക്കാം, ഓരോ വാക്കുകൾ അർത്ഥം നോക്കാം. ആലിയഹും സിയാബുൻ. ആലിയഹും സിയാബ്. സിയാബ് എന്ന് പറഞ്ഞ അർത്ഥം വസ്ത്രം എന്നാണ് അല്ലേ? സൗബിൻ്റെ ബഹുവചനമാണ് സിയാബ്, വസ്ത്രങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആലിയഹും എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ശരീരത്തിലുണ്ട്, അഥവാ നമ്മുടെ ഭാഷ പറയുമ്പോൾ അവർ അണിയിക്കപ്പെടും, അല്ലെങ്കിൽ അവരുടെ മേലുണ്ട് സിയാബ്, വസ്ത്രങ്ങൾ. സുന്ദുസ്, നേർത്ത, വളരെ നേർത്ത പട്ടിനാണ് എന്തു പറയുക? സുന്ദുസ് എന്ന് പറയാം. പട്ടുവസ്ത്രങ്ങൾ പലതരമുണ്ട്. എനിക്കതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല. പട്ടുവസ്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊന്നും എനിക്ക് പിടിപാടില്ല, നിങ്ങൾക്കറിയാമായിരിക്കും. സുന്ദുസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേർത്ത പട്ടിന പറയാം. ഖുദ്ർ എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള. ഖുദ്ർ പച്ച നിറം. അപ്പോൾ ഒന്നിച്ച് പറയുമ്പോൾ നേർത്ത പച്ചപ്പട്ട്. ഇവിടെ പച്ച പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും അതെ അപ്പോഴും അതെ. പച്ച നിറത്തിലുള്ള പട്ടുവസ്ത്രത്തോടാണ് മനുഷ്യർക്ക് ഇഷ്ടം കൂടുതൽ. ഇസ്ലാമിന് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല. ഇസ്ലാം പച്ചയെ കളറായിട്ട് സ്വീകരിച്ചിട്ടുമില്ല. പ്രകൃതിയുടെ വർണ്ണം പച്ചയാണ് എന്നേ ഉള്ളൂ. അല്ലാതെ ഇസ്ലാമിൻ്റെ ചിഹ്നം, ഇസ്ലാമിൻ്റെ കളറ് പച്ച എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ പച്ചയെ സംബന്ധിച്ച് പറഞ്ഞത് ആ പട്ടിന് വലിയ ഡിമാൻഡായിരുന്നു. ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം. പച്ചപ്പട്ട് വലിയ വലിയ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പണ്ട് കാലത്ത് ഇത്തരം പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അപ്പോൾ സുന്ദുസ് എന്ന് പറഞ്ഞാൽ നേർത്ത പട്ട്, ഖുദ്ർ എന്ന് പറയുമ്പോൾ
പച്ച നിറത്തിലുള്ള നേർത്ത പട്ട്. ഇസ്തബറഖ്, ഇസ്തബറഖ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള പട്ട്. സുന്ദുസിൻ്റെ ഓപ്പോസിറ്റാണ് കട്ടിയുള്ള പട്ട്. അപ്പോൾ പച്ച നിറത്തിലുള്ള നേർത്ത പട്ടും കട്ടിപ്പട്ടും. വഹുല്ലൂ, അവർ അണിയിക്കപ്പെടും. അവിടെ ഒരു നിർത്താൻ ചിഹ്നമുണ്ട്, ഇസ്തബറഖ്, അവിടെ നിർത്താം. നിർത്തുമ്പോൾ ഇസ്തബറഖ് ആ ഖാഫ് എടുത്ത് പറയണം. അപ്പം അവരുടെ ശരീരത്തിൽ നേർത്ത പച്ചപ്പട്ടും കട്ടിയുള്ള പട്ടും ഉണ്ടായിരിക്കും. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ സ്വർഗത്തെ ഇങ്ങനെ ഇതൊക്കെ വച്ചിട്ട് ഊഹിക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ കാരണം നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ഈ എന്താ പറയുക ആസ്വാദനത്തിനും പരിധിയുണ്ട്. ഇപ്പം സ്വർഗത്തിൽ നമ്മളിങ്ങനെ ആനയിക്കപ്പെടുകയാണ്. കോടാനക്കോടി മനുഷ്യർ നോക്കി നിൽക്കെ ഈ ലോകത്ത് പീഡിതനും നിന്ദ്യനും നിസ്സഹായനും പട്ടിണിക്കാരനും ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവനും എഴുന്നള്ളിക്കപ്പെടുകയാണ്. എവിടേക്ക്? സ്വർഗത്തിലേക്ക്. എങ്ങനെയാണ് എഴുന്നള്ളിക്കപ്പെടുന്നത്? അവൻ്റെ ശരീരത്തിൽ നേർത്ത പട്ട് വസ്ത്രങ്ങളൊക്കെ അണിയിച്ച്, കട്ടിപ്പട്ടൊക്കെ അണിയിച്ച്, തിളങ്ങുന്ന പച്ചപ്പട്ടൊക്കെ അണിയിച്ച്. ആ രംഗം മനസ്സിലിങ്ങനെ ഓർത്തു നോക്കണം. ഈ ലോകത്തവൻ ആരായിരുന്നു? പീഡിതൻ, നിന്ദ്യൻ, ആരാലും അറിയപ്പെടാത്തവൻ. പത്രത്തിൽ അവൻ്റെ ഫോട്ടോ വന്നിട്ടില്ല, ചാനലുകളിൽ അവനെ സംബന്ധിച്ച് ആരും പറഞ്ഞിട്ടില്ല. കടുത്ത ദരിദ്രൻ, ദുർബലൻ, നിസ്സഹായൻ. പക്ഷെ അവൻ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനായിരുന്നു, അല്ലെങ്കിൽ അവൾ. അവരെ ആനയിച്ചു കൊണ്ടുവരികയാണ്. വഹുല്ലൂ, അവർ അണിയിക്കപ്പെടും. അസാവിറ, വളകൾ. മിൻ ഫില്ലത്തിൻ, വെള്ളി കൊണ്ടുള്ള. ഫില്ലത്ത് എന്ന് പറഞ്ഞാൽ വെള്ളി. അതിങ്ങനെ പറയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, പണ്ട് ഈ രാജാക്കന്മാർ എഴുന്നള്ളിക്കപ്പെടുന്ന ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നല്ലോ. ഈ രാജാക്കന്മാരുടെ കൈകളിലൊക്കെ ഈ വളകളൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇതുപോലെ രാജകീയ പ്രൗഢിയോടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളിക്കപ്പെടുന്നു. വസഖാഹും, അവരെ കുടിപ്പിക്കും. സഖാ, കുടിപ്പിക്കും. റബ്ബുഹും, അവരുടെ നാഥൻ. ശറാബൻ, പാനീയം. തഹൂറ, പരിശുദ്ധമായ. അതെന്ത് പാനീയ നമുക്കറിയില്ല. പരിശുദ്ധമായ ശുദ്ധമായ പാനീയം അവരുടെ റബ്ബാണ് കുടിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, പടച്ചവൻ ഇറങ്ങി വന്നിട്ട് നമുക്ക് വെള്ളം തരികയാണ്. സങ്കല്പിക്കാൻ പറ്റൂ? അള്ളാഹു ഇറങ്ങി വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമുക്ക് വെള്ളം തരുന്നു. റബ്ബ് നമ്മളെ സ്വീകരിക്കുന്നു. ഇതൊക്കെ എത്ര വലിയ ആദരവാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ സ്റ്റേജിലിരിക്കുന്ന അധ്യക്ഷൻ ഇറങ്ങി വന്ന് നമ്മളെ സ്വീകരിക്കുന്നു. അതൊരു ആദരവല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യൻ പ്രസിഡൻറ്റ് അധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരു സദസ്സ്. അപ്പം ഞാനിങ്ങനെ കടന്നു വന്നപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റ് ഇറങ്ങി വന്നിട്ട് എന്നെ സ്വീകരിച്ചു. അതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയല്ലേ? ഏറ്റവും വലിയ ആദരവല്ലേ? ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പടച്ചവൻ ഏറ്റവും പരിശുദ്ധമായ ഒരു പാനീയം കൊണ്ടുവന്ന് തന്ന്. ഇപ്പോൾ നമ്മളൊക്കെ എവിടെയെങ്കിലും ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അവർ തരുന്നത് വെള്ളമാണ്. നല്ല പാനീയം ഒരുക്കി വയ്ക്കും ഗസ്റ്റായിട്ട് വരുമ്പോൾ. ആദ്യമായിട്ട് കൊടുക്കാനായിട്ട് പാനീയം ഉണ്ടാക്കി വയ്ക്കും. നിങ്ങൾക്കൊക്കെ അതറിയാലോ. ഏറ്റവും നല്ല മുന്തിയ പാനീയം തന്നെ ഉണ്ടാക്കി വയ്ക്കും ഗസ്റ്റിന് കൊടുക്കാനായിട്ട്. ഇത് അല്ലാഹു ശറാബൻ തഹൂറ,
പരിശുദ്ധമായ എന്ത് പാനീയാന്ന് പറയുന്നില്ല. പരിശുദ്ധമായ പാനീയം അല്ലാഹ് ഉണ്ടാക്കി വച്ചിരിക്കുക തരാനായിട്ട്. ഇതാണ് സ്വർഗം. ഞാൻ ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നിച്ച് പറയാട്ടോ. ഒന്നിച്ച് പറയുമ്പോൾ ഇപ്രകാരം വരും. അതായത് അവിടെ അവർക്കുമീതെ നേരിയ പച്ചപ്പട്ടിൻ്റെയും, ഇവിടെ കുറച്ച് വിശദീകരണ അർത്ഥം കൊടുത്തിരിക്കുന്നത്. പദാനുപദ അർത്ഥം പറയുമ്പോൾ ഇത്രയും വരില്ല. അതൊന്ന് വിശദീകരിച്ച് അർത്ഥം കൊടുക്കുമ്പോൾ അതിപ്രകാരം വരും. ഞാൻ പറയാം. അവിടെ അവർക്ക് മീതെ നേരിയ പച്ചപ്പട്ടിൻ്റെയും കസവ് ചിത്രവേലകളുള്ള കട്ടിപ്പട്ടിൻ്റെയും ഉടയാടകളുണ്ടായിരിക്കും. അവർ വെള്ളി കൊണ്ടുള്ള വളകൾ അണിയിക്കപ്പെടും. അവരുടെ റബ്ബ് അവരെ പവിത്രമായ പാനീയം കുടിപ്പിക്കുന്നു. ഈ സൂറയിൽ 2 പാനീയത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണത്? കറക്റ്റ്. അതിന്റെ പേര് പറയാ. അതിന്റെ ഒരു അറബി പേരെന്താ? അതെ, സഞ്ചബീൽ എന്താ അർത്ഥം? അതെ അതെ, ചുക്ക് ചേർന്ന വെള്ളം. ഇവിടെ പറഞ്ഞതോ ഈ പാനീയത്തിന്റെ പ്രത്യേകത എന്താ? ശറാബൻ തഹൂറ, ശുദ്ധമാകപ്പെട്ട അതെ പവിത്രമായ വെള്ളം. അതെ അതെ, അതിവിശിഷ്ടമായ ഒരിനം പാനീയമാണ്. അപ്പം ഈ 3 പാനീയങ്ങളെ സംബന്ധിച്ച് സൂറത്ത് ഇൻസാനിൽ പറയുന്നുണ്ട്. ഒന്ന് കർപ്പൂരം കലർന്ന ഉറവ, ഐനൈ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. അതാണ് ആ ആയത്ത്. കർപ്പൂരം അല്ലേ? കർപ്പൂരം, അതിന്റെ വാക്കെന്താ? അറബി വാക്കെന്താ കർപ്പൂരത്തിന്റെ? കാഫൂറ. അതെ, കറക്റ്റ്, കാഫൂറ. അപ്പൊ കർപ്പൂരം കലർന്ന ഉറവ. രണ്ടാമത്തേത് ഐനം ഫീഹ തുസമ്മ സൽസബീല. പിന്നെ സഞ്ചബീൽ, അങ്ങനെ ഉണ്ടല്ലോ. ആ രണ്ടാമത്തെ ഉറവയാണ് ചുക്ക് കലർന്ന ഉറവ. ഒക്കെ എന്താണെന്ന് അല്ലാഹു ആലം. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സംഗതിയെ മാത്രമേ നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. ചുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ചുക്കല്ല അവിടുത്തെ ചുക്ക്. നമ്മുടെ ഭാവനയിലുള്ള കർപ്പൂരമല്ല സ്വർഗത്തിലെ കർപ്പൂരം. അതൊക്കെ എന്താണെന്ന് അവിടെ ചെന്ന് നേർക്ക് നേരെ കണ്ടാൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ, അറിയാൻ പറ്റൂ. ഇവിടുത്തെ കർപ്പൂരം കലക്കിയാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ചുക്ക് കാപ്പി നമ്മൾ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അതിനെ സമീകരിക്കരുത്. എന്ത് ചുക്ക് കാപ്പി, എന്ത് ചുക്ക് കലർന്ന വെള്ളം. അത് ഈ ഖുർആനിനെ വിമർശിക്കുന്നവർ എപ്പോഴും ഈ സമീകരിക്കുകയാണ്. സമീകരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ചുക്ക് കലർന്ന വെള്ളം, അതിലിപ്പോൾ എന്താ ടേസ്റ്റുള്ളത്? അതാണ് അവിടെ കിട്ടുക. അതല്ല, മനുഷ്യരുടെ ചിന്തയോ മനുഷ്യരുടെ ഭാവനയോ അതുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. പിന്നെ മൂന്നാമത് പറഞ്ഞ ഒരു വെള്ളം, ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, ആ വെള്ളം കൊടുക്കുന്നത് ആരാണ്? ആദ്യം പറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ കുടിക്കാനായിട്ട് മലക്കുകളോ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ നിത്യബാലന്മാരോ ആയിരിക്കും കൊടുക്കുക. ഏത് വെള്ളം? അതെ, കറക്റ്റ്. ആ സഞ്ചബീലും പിന്നെ ചുക്ക് കലർന്ന വെള്ളവും കർപ്പൂരമൊക്കെ ഇട്ട വെള്ളം കൊടുക്കുന്നത് ചിലപ്പോൾ സ്വന്തം എടുത്ത് കുടിക്കായിരിക്കും, അല്ലെങ്കിൽ മലക്കുകൾ, അല്ലെങ്കിൽ അവിടെയുള്ള വിൽദാനും മുഖല്ലദൂൻ ഇപ്പോൾ പഠിച്ചുള്ളൂ നമ്മൾ. ആ നിത്യബാലന്മാരെ പുഞ്ചിരിച്ചുകൊണ്ട് വന്നിട്ട് നിഷ്കളങ്കരായ കുട്ടികൾ വളരെ സ്നേഹത്തോടെ നമുക്ക് ആ വെള്ളം തരുന്നു, നമ്മൾ മേടിച്ച് കുടിക്കുന്നു. പക്ഷെ ഇവിടെ ഈ വെള്ളം തരുന്നത് ആരാ? അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ മുമ്പിൽ അല്ല നിൽക്കുക, നമ്മൾ അള്ളാഹ്ക്കല്ലേ വെള്ളം കൊടുക്കണ്ടേ? സങ്കല്പിച്ചു നോക്കിയാൽ അല്ല നമുക്ക് തരിക. എന്തൊരു വാത്സല്യം, എന്തൊരു സംരക്ഷണം, എന്തൊരു അഭയം. അള്ളാഹുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഭൂതിയല്ലേ. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? പടച്ചവനെ ഒന്ന് കാണല.
അപ്പം നിങ്ങളത് മ്യൂട്ടാക്കി വെച്ചിട്ടോ, പറഞ്ഞവരൊക്കെ മ്യൂട്ടാക്കിക്കോ. ഓക്കെ, കറക്റ്റ്. അപ്പോൾ രണ്ടാമത്തെ ഈ വെള്ളത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഈ വെള്ളം നൽകുന്നത് പടച്ചവൻ എന്ന പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ശുദ്ധമായ പാനീയം എന്ന പറഞ്ഞ് ഷറാബൻ തഹൂറ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ശരി, ഇനി നമ്മൾ ലാസ്റ്റ് ആയത്തിലേക്ക് പോകാം. ഈ സൂറയിലെ ലാസ്റ്റ് ആയത്താണ് ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുകും മഷ്കൂറാ. അല്ലേ? അല്ലല്ല, ലാസ്റ്റ് ആയത്തല്ല, ആ ചർച്ചയിലെ ലാസ്റ്റ് ആയത്. ഓക്കെ, ശരി. അതെ, ആ ചർച്ചയിലെ ലാസ്റ്റ് ആയത് കേട്ടോ. നമ്മുടെ ആ ചർച്ച ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. നമ്മുടെ ആ ചർച്ചയിൽ ലാസ്റ്റ് ആയത് എന്താ പറഞ്ഞത് നോക്കാം. ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുകും മഷ്കൂറാ. അതാണ്. ഓരോ വാക്കുകളുടെ അർത്ഥം ഞാൻ പറയാം. ഇന്ന ഹാദാ, തീർച്ചയായും തീർച്ചയായും ഇത് എന്ന് പറഞ്ഞാൽ ഈ പ്രതിഫലം, കാന അത് ആയിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, ജസാഅൻ പ്രതിഫലമായിരിക്കുന്നു, വക്കാന ആയിരിക്കുന്നു, സഅയുക്കും നിങ്ങളുടെ പ്രവർത്തനം. അതാണ് ഏറ്റവും അടിവരയിടേണ്ടത് കേട്ടോ. അള്ളാഹു എന്തുകൊണ്ടാണ് നമുക്കിത് നൽകുന്നത്? സഅയാണ് നമ്മുടെ സഅയ് എന്ന് പറഞ്ഞാൽ എന്താ? കഠിനാധ്വാനം. ഇപ്പോൾ പരിശ്രമം എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ നമ്മൾ സഅയ്, ഈ ഹജ്ജിനൊക്കെ സഅയ് ഉണ്ട്, അതിൻ്റെ അർത്ഥം അത് ഉംറയ്ക്ക് സഅയ് ഉണ്ട്. അത് സഫാ മർവക്കിടയിലെ ഓട്ടമാണ് സഅയ്. അതൊരു പരിശ്രമമാണ് സഅയ്. അതിൻ്റെ ശരിക്കർത്ഥം പരിശ്രമം എന്നാണ്. അപ്പം നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പരിശ്രമം മഷ്കൂറ, നന്ദിപൂർവം സ്വീകരിക്കപ്പെട്ടു, പടച്ചവൻ സ്വീകരിച്ചു. അത് ഏറ്റവും വലിയ ഒരു ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മളിങ്ങനെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ പടച്ചവൻ സ്വീകരിക്കുന്നുണ്ടോ നമുക്കറിയില്ല. അത് മഷ്കൂറാണോ? നമ്മുടെ പ്രവർത്തനങ്ങൾ മഷ്കൂറാകുന്നുണ്ടോ? അത് ഒരു ചോദ്യമായിട്ട് എപ്പോഴും മനസ്സിൻ്റെ അകത്ത് ഉണ്ടാവണം. കാരണം ഓരോ സഹാബിമാർ മരണവേളയിൽ പൊട്ടിക്കരയുന്നുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ ചോദിക്കപ്പെട്ട് എന്തിനാണ് കരയുന്നത്? അപ്പോൾ അവരുടെ വിഷമം എന്താണെന്നറിയോ? ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, പടച്ചോൻ സ്വീകരിക്കുമോ അറിയില്ല. അല്ലാതെ വേറൊരു ആശങ്ക അവർക്കില്ല. പടച്ചോൻ സ്വീകരിക്കും എന്ന ഒരു ആശ അവർക്കുണ്ട്, പക്ഷേ പടച്ചോൻ സ്വീകരിക്കുമോ എന്നൊരാശങ്ക. അതാണല്ലോ ഈ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയാണ്. നന്നായി പഠിച്ചു, നല്ലപോലെ ഉത്തരം എഴുതി, പക്ഷേ ഉദ്ദേശിച്ച പോലെ ശരിയാകുമോ എന്നൊരാശങ്കയുണ്ട്. എന്നാൽ ശരിയാകും എന്നൊരു ആശയുണ്ട്. ആശയുടെയും ആശങ്കയുടെയും നടുവിലായിരുന്നു സ്വഹാബിമാർ മരണവേളയിൽ എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതാണ് മഷ്കൂറ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമാണ്. എന്താണ്? പണിയെടുത്തത് വെറുതെ ആയില്ല, ഇബാദത്തുകളൊക്കെ വെറുതെ ആയില്ല, അള്ളാഹ് സ്വീകരിച്ചു, അതിൻ്റെ സന്തോഷം. രണ്ട്, കിട്ടുന്ന സമ്മാനങ്ങൾ, അതിൻ്റെ സന്തോഷം, സന്തോഷത്തിന് മേൽ സന്തോഷം. അതാണ് ഈ പറയുന്നത്. ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുകും മഷ്കൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇനി അടുത്ത ഒരു ചർച്ചയിലേക്കാണ് വരുന്നത്. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീലാ ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറാ വദ്കുർ ഇസ്മ റബ്ബിക ബുക്റതൻ വഅസീലാ. നോക്കാം, ചർച്ച ഒന്ന് ചെറുതായിട്ട് മാറി. ഖുർആനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടുത്തെ അഭിസംബോധിതൻ പ്രവാചകനാണ്, നബിയോടാണ് പറയുന്നത്. പക്ഷേ ശരിക്കും പറയുന്നത് സത്യനിഷേധികളോടാണ്. അത് മക്കയിലെ അവിശ്വാസികൾ അതിശക്തമായിട്ട് പ്രചരിപ്പിച്ചു. ഖുർആൻ മുഹമ്മദ് സ്വന്തം ചിന്തിച്ച് കെട്ടിച്ചമച്ചതാണ്. ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. അന്ന് മാത്രമല്ല, ഇപ്പോഴും യുക്തിവാദികൾ
ഇസ്ലാം വിമർശകർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ് എന്നാണ്. അപ്പോൾ ഈ ഖുർആൻ ആരാണ് അവതരിപ്പിച്ചത്? ഇത് മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ്. അതിനവർ ന്യായം പറഞ്ഞു, തെളിവായിട്ട് ഒരു എവിഡൻസ് അവർ പറയാണ്. എന്ത്? ഇത് മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ തെളിവായിട്ട് അവർ പറഞ്ഞത്, അള്ളാഹു എന്തെങ്കിലും ഒരു സംഗതി, ഒരു ഉപദേശം, ഒരു ശാസന നമുക്ക് നൽകുകയാണെങ്കിൽ അത് ഒറ്റയടിക്ക് നൽകിയാനെ, ഒന്നായിട്ട് നൽകിയാനെ. പക്ഷേ ഇത് പല രൂപത്തിൽ പല തവണയായിട്ടാണ് കിടക്കുന്നത്. ഇതാണ് അവർ ന്യായമായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിമർശനത്തെ ഇവിടെ എടുത്തുദ്ധരിക്കാതെ അവരുടെ വിമർശനത്തിന് അല്ലാഹ് ഇവിടെ മറുപടി കൊടുത്തിരിക്കുകയാണ്. മുഹമ്മദ് നബി അല്ല അതിൻ്റെ കർത്താവ്, നാം തന്നെയാണ് അതിൻ്റെ കർത്താവ്. നാം അതിനെ പടിപടിയായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സന്ദേശം ഒരു പുസ്തക രൂപത്തിൽ ഒറ്റ നിമിഷത്തിൽ ഇറക്കാതെ പടിപടിയായിട്ട്, ഖണ്ഡശ എന്നതിന് പറയാം, ഖണ്ഡശ എന്ന് പറഞ്ഞാൽ പടിപടിയായിട്ട് ഇറക്കുക എന്നത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ യുക്തിയുടെയും നമ്മുടെ ജ്ഞാനത്തിൻ്റെയും താല്പര്യമാണ് എന്ന് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്ക് ആയത്തിലേക്ക് വരാം. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീല. അതായത് ഇവിടെ അവർ ഉന്നയിച്ച ഒന്നാമത്തെ വിമർശനം ഖുർആൻ മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ്. ശരി, മുഹമ്മദിൻ്റെ സൃഷ്ടിയാണെങ്കിൽ മുഹമ്മദ് നബി പറയണ്ടേ ഇത് എൻ്റെ സൃഷ്ടിയാണെന്ന്? എൻ്റെ സൃഷ്ടിയാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാ കിട്ടുക? ഇത്രയും കനപ്പെട്ട ഒരു സാഹിത്യം എൻ്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത് മുഹമ്മദ് നബിക്കാണ്. ആ ക്രെഡിറ്റ് മുഹമ്മദ് നബിക്ക് മേടിച്ചുകൂടെ? പക്ഷേ ഖുർആനിൽ ഒരിടത്തും അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ല. മറിച്ച് അള്ളാഹു പറയുന്നത് ഇന്നാ നഹ്നു, നാമാണ്, നസ്സൽന, ഇത് ഇറക്കിയത്, അലൈക്ക, നിനക്ക്, അൽ ഖുർആന, ഖുർആനിനെ, തൻസീല, ഖണ്ഡശ. ഖണ്ഡശ എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിനെ ഘട്ടം ഘട്ടമായിട്ട് നിനക്ക് ഇറക്കി തന്നത് നാമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയായി. ഒന്നാമത്തേത് മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് മക്കയിലെ സത്യനിഷേധികൾ പറഞ്ഞപ്പോൾ നബിക്ക് വേണമെങ്കിൽ അതിനെ അനുകൂലിക്കാമായിരുന്നു. എങ്ങനെ? ഞാൻ തന്നെയാണ്. കാരണം അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാ കിട്ടുക? നബിക്ക് കിട്ടിയാനേ. പക്ഷെ ആ ക്രെഡിറ്റ് നബിക്ക് വേണ്ടല്ലോ. അതിൻ്റെ മഹത്വം എഴുത്തും വായന അറിയാത്ത മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര വലിയ സാഹിത്യ ഗ്രന്ഥത്തിൻ്റെ, ഇത്ര മഹത്വം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് എന്ന് പറയുക, അപ്പോൾ ലഭിക്കുന്ന ഒരു വലിയ മഹനീയമായ സ്ഥാനം അല്ലേ? ആ സ്ഥാനം നബിക്ക് വേണമെങ്കിൽ നേടിയെടുക്കാമായിരുന്നു. പക്ഷേ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇന്നാ നഹ്നു നസ്സൽനാ അലൈക എന്ന് കാണാൻ കഴിയും. നിനക്ക് നാമാണ് ഇറക്കി തന്നത്. പിന്നീട് അവരുന്നയിച്ച രണ്ടാമത്തെ വിമർശനം, എന്തുകൊണ്ട് ഇത് ഖണ്ഡശ ഇറക്കുന്നു? ഖണ്ഡശ എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് ഒറ്റയടിക്ക് അള്ളാഹ്ക്ക് ഉപദേശിച്ചുകൂടെ? അള്ളയാണ് ഉപദേശിക്കുന്നത് എങ്കിൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ പോരെ. എന്തിനാ ഈ ഘട്ടം ഘട്ടം 23 കൊല്ലം എടുത്തിട്ട് എന്തിനാ ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ തൻസീല. തൻസീല എന്ന് പറഞ്ഞാൽ ഖണ്ഡശ. ഖണ്ഡശ എന്ന് പറഞ്ഞാൽ ഘട്ട. അത് അള്ളാഹുവിൻ്റെ ഒരു യുക്തിയാണ്. എന്തുകൊണ്ട് ഒറ്റയടിക്ക് ഇറക്കുന്നില്ല? അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. സന്ദർഭത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും, അതുപോലെ ചില ബാക്ക്ഗ്രൗണ്ടുകൾ, ചില പശ്ചാത്തലം, അതൊക്കെ വച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുക. അല്ലാതെ തോന്നിയ പോലെ ഇറങ്ങുകയല്ല. ചില പ്രത്യേകമായ സന്ദർഭം, പ്രത്യേകമായ സാഹചര്യം, ചില പ്രത്യേകമായ ചരിത്രപരമായ പശ്ചാത്തലം, അതൊക്കെ മുൻനിർത്തിയാണ് ഓരോ അധ്യായം, ഓരോ ആയത്ത് അവതരിക്കുക. അതാണ് തൻസീല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഒറ്റ ഇറക്കൽ എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇറക്കൽ.
ശരി. അപ്പോൾ ആ ഒരായത്ത് സത്യനിഷേധികളുടെ 2 വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ്. ഒന്നാമത്തെ വിമർശനം, ഖുർആൻ മുഹമ്മദിൻ്റെ സൃഷ്ടി അല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹു ഇറക്കിയതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് എന്തുകൊണ്ട് ഖണ്ഡശ ഇറക്കി, ഒറ്റയടിക്ക് ഇറക്കാതിരുന്നു? അത് ഖണ്ഡശ ഇറക്കലാണ് അള്ളാഹുവിൻ്റെ യുക്തി, അത്രേ ഉള്ളൂ. ഇനി അള്ളാഹു നബിയോട് പറയുന്നു, ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ തീരുമാനത്തെ. ഹുക്കുമു എന്ന് പറഞ്ഞാൽ വിധി എന്നർത്ഥമുണ്ട്, തീരുമാനം എന്നർത്ഥമുണ്ട്. ശരിക്കർത്ഥം വിധി എന്ന റബ്ബിൻ്റെ വിധിയെ, റബ്ബിൻ്റെ തീരുമാനത്തെ ക്ഷമയോടെ കാത്തിരിക്കുക. ഫസ്ബിർ, നിന്റെ റബ്ബിൻ്റെ ഒരു തീരുമാനമുണ്ട്, എടുത്തു ചാടരുത്, പക്വതയോടെ കാത്തിരിക്കുക. വലാ തുത്യ, നീ അനുസരിക്കരുത്, മിൻഹും, അവരിലെ അഥവാ സത്യനിഷേധികളിലെ, ആസിമൻ, കുറ്റവാളിയെ. സത്യനിഷേധികളിൽ തന്നെ കുറ്റവാളികളുണ്ട്, സത്യനിഷേധികളിൽ തന്നെ അക്രമ സ്വഭാവമുള്ള, കുറ്റവാസനയുള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ള സത്യനിഷേധികളുണ്ട്. അതാണ് ആസിം എന്ന് പറഞ്ഞാൽ, ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള, പശ്ചാത്തലമുള്ള സത്യനിഷേധി, അതാണ് ആസിം. അവരനുസരിക്കരുത്, അവരുടെ ആ ഒരു കൾച്ചർ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ഔ കഫൂറ, അല്ലെങ്കിൽ സത്യനിഷേധിയെ അനുസരിക്കരുത്. എന്താ നമുക്ക് ഒന്നിച്ചു പറയുമ്പോൾ അർത്ഥം അല്ലേ? അതിനാൽ നീ നിന്റെ നാഥൻ്റെ കൽപ്പനകൾക്കായി ക്ഷമയോടെ നിലകൊള്ളുക. ഇവരിലെ കുറ്റവാളിക്കോ സത്യനിഷേധിക്കോ നീ വഴങ്ങിപ്പോകരുത്. അപ്പോൾ റബ്ബിൻ്റെ ശാസനയ്ക്കായിട്ട് നിൻ്റെ റബ്ബ് ഏൽപ്പിച്ച ദൗത്യമുണ്ട്. ആ റബ്ബ് ഏൽപ്പിച്ച ദൗത്യത്തെ ക്ഷമയോടെ പൂർത്തീകരിക്കുക. വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ക്ഷമാപൂർവം തരണം ചെയ്യുക. സഹിക്കേണ്ടി വരുന്നതൊക്കെ സഹിക്കുക. ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ട് പോവുക. ഒരിക്കലും നിൻ്റെ കാലുകൾ വഴുതിപ്പോകാൻ അനുവദിക്കരുത്. സത്യനിഷേധികളും വിമർശകരും ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ക്ഷമയോടെ അവധാനതയോടെ തരണം ചെയ്യുക എന്നൊക്കെയാണ് ഫസ്ബിർ ലിഹുക്മി റബ്ബിക എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ പറഞ്ഞു, ആസിമൻ വലാ തുത്യ മിൻഹും ആസിമൻ ഔ കഫൂറ, അതായത് അവരിലെ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി നിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്നർത്ഥം. സത്യനിഷേധികളുടെ സമ്മർദ്ദങ്ങളുണ്ടാവും, അതിന് വഴങ്ങിപ്പോവരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴും ഇത് പ്രവാചകനോടാണ് പറയുന്നത് എങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളോട് കൂടിയാണല്ലോ പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യം അങ്ങനെ തന്നെ. ഇപ്പോൾ ഗസയിലെ മുസ്ലിങ്ങൾ, ഫലസ്തീനിലെ മുസ്ലിങ്ങൾ, ഈ ആയത്തൊക്കെ അവർക്ക് എന്താ ആശ്വാസമാണ്. അതുപോലെ ലോകത്ത് പീഡിതരായ ഒരുപാട് മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. നമ്മുടെ ഉത്തരേന്ത്യൻ ഭാഗത്തൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ വളരെ പീഡിതരാണ്. നമ്മളും അതുപോലെ തന്നെ ഫാഷിസം നമ്മുടെ മേൽ വലിയ ഒരു ഒരു ശക്തിയായിട്ട്, ഒരു ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലൊക്കെ ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന, കളിയാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, അങ്ങനെ വഴങ്ങി. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? സംഭവിക്കുന്നത് എന്താ? വിമർശനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ എന്നാൽ പിന്നെ ഹിജാബ് ഒഴിവാക്കാം, ഹിജാബ് ഇട്ടാലല്ലേ പ്രശ്നം, ഹിജാബ് ഒഴിവാക്കാം, ശരി ഒഴിവാക്കാം. എന്നാൽ പിന്നെ നിസ്കാരം ഒഴിവാക്കാം, എന്നാൽ പിന്നെ ജുമഅ മാത്രമാക്കാം, നിസ്കരിക്കുമ്പോഴല്ലേ പ്രശ്നം, അങ്ങനെ ഓരോന്നിങ്ങനെ ഒഴിവാക്കലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ അതൊന്നും പാടില്ല, അതൊക്കെ പ്രശ്നമാണ്, ഒന്നും പാടില്ല. നമ്മുടെ സ്വത്വത്തെ, നമ്മുടെ വിശ്വാസത്തെ ബലി കഴിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കുക.
അത് പാടില്ല എന്നായി പറയുന്നത്. വലാ തുത്യ മിൻഹും ആസിമൻ ഔ കഫൂറ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ആചാരങ്ങളിൽ, നമ്മുടെ സംസ്കാരത്തിൽ ഒരിക്കലും ശത്രുക്കൾക്ക് വഴങ്ങിക്കൊടുക്കരുത്. അള്ളാഹുവിൻ്റെ ഒരു വിധി വരും. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ ഒരു തീരുമാനം വരുന്നത് വരെ ക്ഷമയോടെ നിൽക്കുക. അതിനുള്ള തൻ്റെ ഇടവും കരുത്തും നേടിയെടുക്കുക എന്ന് നബിയോട് പറയുമ്പോൾ ഇപ്പം നമ്മളോടാണ് ഈ പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവും അതാണ്. ഇസ്ലാമിൻ്റെ സ്വത്വത്തെ മുറുകെ പിടിക്കുക, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം സൂറത്തുൽ കാഫിറൂൻ അല്ലേ, സൂറത്തുൽ കാഫിറൂൻ്റെ അവതരണം എന്താ? ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് ശത്രുക്കൾ വന്നത്. പക്ഷേ അതിൻ്റെ അവസാനത്തെ ആയത്ത് എന്താ? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകാം, ഞാൻ തടയില്ല, ഞാൻ അതിനെ ഒരിക്കലും വിമർശിക്കില്ല. പക്ഷേ എനിക്കെൻ്റെ വിശ്വാസം, എനിക്കെൻ്റെ ആചാരം, എനിക്കെൻ്റെ ഇബാദത്ത്, അതിനുള്ള മൗലികമായ സ്വാതന്ത്ര്യം ഉണ്ടാവണം. എല്ലാവർക്കും എല്ലാവരുടെയും വിശ്വാസങ്ങൾ വലുതാണ്. അതാണല്ലോ സൂറത്തുൽ കാഫിറൂൻ്റെ അവതരണ പശ്ചാത്തലം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ആയത്തിലേക്ക് വരാം. വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വഅസീല. അതോടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യണ്ടേ? വദ്കുരിസ്മ റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ നാമത്തെ സ്മരിക്കുക. റബ്ബിനെ ധാരാളമായിട്ട്, അതാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കരുത്താണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം. നിൻ്റെ റബ്ബിൻ്റെ നാമത്തെ ധാരാളമായിട്ട് സ്മരിക്കുക. ബുക്റത്തൻ വ അസീല, രാവിലെയും വൈകുന്നേരവും. ബുക്റത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ, പിന്നെ അസീല എന്ന് പറഞ്ഞാൽ ഈ രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം എന്താണെന്നറിയോ? നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണേ സുബൈക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും എന്നാണ്. അതുകൊണ്ട് പണ്ട് കാലം മുതലേ സുബൈക്ക് ശേഷം ദിക്ർ ചെല്ലും, മഗ്‌രിബിന് ശേഷവും ദിക്ർ ചെല്ലും. സംഭവമൊക്കെ നല്ലതാണ്. പക്ഷേ ബുക്റത്തൻ വ അസീല എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും എന്നല്ല അതിൻ്റെ അർത്ഥം. രാപ്പകൽ, എപ്പോഴും. നമ്മൾ രാപ്പകൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ രാപ്പകൽ അധ്വാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാവിലെയും പിന്നെ അങ്ങനെ പകലും അധ്വാനിക്കും എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. 24 മണിക്കൂറും അയാൾ കഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പ്രയോഗ രാപ്പകൽ. ഇതിന് അറബി പ്രയോഗ ബുക്റത്തൻ വ അസീല എന്ന് പറഞ്ഞാൽ എപ്പോഴും നാവിൻ തുമ്പിൽ അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, നിസ്കാരം, പിന്നെ ഖുർആൻ പാരായണം, അങ്ങനെ അള്ളാഹിനെ സ്തുതി, അള്ളാഹുവുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക എന്ന് നബിയോട് അള്ളാഹു പറയുന്നു, നമ്മളോടും പടച്ചവൻ പറയുന്നു. ഇൻഷാ അല്ലാഹ് താഴേക്ക് ഇനി പോകുമ്പോൾ നമുക്ക് ബാക്കി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച എടുത്താൽ പോരെ ബാക്കിയുള്ള ആയത്തുകളൊക്കെ? ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ ക്ലാസ്സെല്ലാം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പറയപ്പെട്ട സ്വർഗീയ പാനീയം 3 തരം പാനീയം പറഞ്ഞു. അതിലേതെങ്കിലും ഒന്ന് എന്നല്ല, 3ഉം നമുക്ക് കുടിക്കണം ഇൻഷാ അല്ലാഹ്. പടച്ചവൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആ വിശാലമായ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് അറിവില്ലായ്മ കൊണ്ട്, ഇതൊക്കെ വായിച്ച് പഠിക്കാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. പടച്ചവൻ പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. ഇതൊക്കെ അല്ലാഹ് ചോദ്യം ചെയ്യാതെ നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ.